ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്ത് തൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 16 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 17 മുതൽ 20 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അസാബൽ ജഹീം. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫത്തിൻ വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി സത്യനിഷേധികൾക്ക് അല്ലെങ്കിൽ കളവാക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ച്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം. ഇന്ന നിശ്ചയമായും, തീർച്ചയായും, അൽ മുത്തഖീന, ഇത്തഖ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിച്ചു, മുത്തഖി സൂക്ഷ്മത പാലിക്കുന്നവൻ, മുത്തഖൂൻ മുത്തഖീൻ എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷ്മത പാലിക്കുന്നവർ. ഇന്നൽ മുത്തഖീന, തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ, ഫീ ജന്നാത്തിൻ, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, ജന്നാത്ത് അത് ജന്നത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം അല്ലെങ്കിൽ സ്വർഗം, ജന്നാത്ത് തോട്ടങ്ങൾ, സ്വർഗങ്ങൾ. ഫീ ജന്നാത്തിൻ തോട്ടങ്ങളിലാണ്, സ്വർഗങ്ങളിലാണ്. വ നഈം, നഈം എന്ന് പറഞ്ഞാൽ സുഖാനുഗ്രഹം അല്ലെങ്കിൽ സൗഭാഗ്യം. വ നഈം സുഖാനുഗ്രഹത്തിലുമാണ് അല്ലെങ്കിൽ സൗഭാഗ്യത്തിലുമാണ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ നഈം, നിശ്ചയമായും സൂക്ഷ്മത പാലിക്കുന്നവർ സുഖാനുഗ്രഹത്തിലും സ്വർഗങ്ങളിലുമാണ്. അടുത്തായത്ത് ഫാക്കിഹീന ബിമാ ആതാഹും. ഫാക്കിഹീന, ഫക്കിഹ എന്ന് പറഞ്ഞാൽ ഉല്ലസിച്ചു എന്നാണ്, അല്ലെങ്കിൽ സന്തോഷിച്ചു, സുഖമനുഭവിച്ചു. ഫാക്കിഹ് സുഖമനുഭവിക്കുന്നവൻ അല്ലെങ്കിൽ ഉല്ലസിക്കുന്നവൻ. ഫാക്കിഹൂൻ ഫാക്കിഹീൻ എന്നൊക്കെ പറയുമ്പോൾ സുഖം അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ഉല്ലസിക്കുന്നവർ. ഇവിടത് അവസ്ഥയെ സൂചിപ്പിക്കുന്ന രൂപത്തിലാണ് വന്നത്. ഫാക്കിഹീന സുഖം അനുഭവിക്കുന്നവരായി അല്ലെങ്കിൽ ഉല്ലസിക്കുന്നവരായി. ബിമാ ആത്താഹും, ആത്താ എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്. അത്ത എന്നാണെങ്കിൽ വന്നു എന്നാണ്. ആത്ത എന്നാവുമ്പോൾ നൽകി എന്നർത്ഥം കിട്ടും. ആത്താഹും അവർക്ക് നൽകി. അതിൻ്റെ മുമ്പിൽ മാ എന്നുണ്ട്, അത് എന്നർത്ഥം. അപ്പോൾ മാ ആത്താഹും അവർക്ക് നൽകിയത്. അതിൻ്റെ മുമ്പിലൊരു ബി ഉണ്ട്, കൊണ്ട് എന്നർത്ഥം. ബിമാ ആത്താഹും അവർക്ക് നൽകിയത് കൊണ്ട്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, മാ എന്ന് പറഞ്ഞാൽ അത്, ആത്താ നൽകി, ഹും അവർക്ക്, അവർക്ക് നൽകിയത് കൊണ്ട്. റബ്ബുഹും ആരാണ് നൽകിയത്? റബ്ബുഹും, റബ്ബ് രക്ഷിതാവ് അല്ലെങ്കിൽ നാഥൻ, ഹും അവരുടെ, റബ്ബുഹും അവരുടെ രക്ഷിതാവ്, അവരുടെ നാഥൻ. വഖാഹും, വഖാ എന്ന് പറഞ്ഞാൽ കാത്തു രക്ഷിച്ചു അല്ലെങ്കിൽ കാത്തു കൊടുത്തു എന്നൊക്കെയാണ്. വഖാഹും അവരെ കാത്തു രക്ഷിച്ചു, അവരെ കാത്തുകൊടുത്തു. വഖാഹും അവരെ കാത്തു കൊടുക്കുകയും ചെയ്തു അല്ലെങ്കിൽ അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്തു. ആര്? റബ്ബുഹും, റബ്ബ് രക്ഷിതാവ്, ഹും അവരുടെ, റബ്ബുഹും അവരുടെ രക്ഷിതാവ്. അസാബൽ ജഹീം, അസാബ് ശിക്ഷ, അൽ ജഹീം നരകത്തിൻ്റെ, അസാബൽ ജഹീം നരകത്തിൻ്റെ ശിക്ഷ. അപ്പോൾ വഖാഹും റബ്ബുഹും അസാബൽ ജഹീം എന്ന് ഒന്നിച്ച് പറയുമ്പോൾ നരകത്തിൻ്റെ ശിക്ഷ അവരുടെ റബ്ബ് അവർക്ക് കാത്തു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ റബ്ബ് നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്തു എന്നർത്ഥം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഫാക്കിഹീന ബിമാ ആത്താഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് നൽകിയത് കൊണ്ട് അവർ സുഖമനുഭവിക്കുന്നവരായിക്കൊണ്ടാണുള്ളത്. വഖാഹും റബ്ബുഹും അസാബൽ ജഹീം, അവരുടെ റബ്ബ് അവരെ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്തു അല്ലെങ്കിൽ കാത്തു രക്ഷിക്കുകയും ചെയ്യും. കുലു വശ്റബു ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. കുലു, അക്കല എന്ന് പറഞ്ഞാൽ തിന്നു എന്നാണ്. അതിൻ്റെ കൽപ്പനക്രിയ കുൽ, നീ തിന്ന്. ഖാല എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയ ഖുൽ എന്നുണ്ടത് ഖാഫാണ്. ഇത്
അക്കല എന്ന് പറയുമ്പോൾ കാഫാണ്. കുൽ, നീ തിന്നുക. അത് കുറേ പേരോട് പറയുമ്പോൾ കുലൂ, നിങ്ങൾ തിന്നുവീൻ, നിങ്ങൾ ഭക്ഷിക്കുവീൻ. വഷ്റബൂ, ഷെരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു. അതിൻ്റെ കൽപ്പനക്രിയ ഇഷ്റബ്, നീ കുടിക്ക്. ഇഷ്റബൂ, നിങ്ങൾ കുടിക്കുവീൻ. വഷ്റബൂ, വാവ് അത്തഫിൻ്റെ വാവാണ്, നിങ്ങൾ കുടിക്കുകയും ചെയ്യുവീൻ. അപ്പോൾ കുലു വഷ്റബൂ എന്ന് ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുവീൻ. ഹനീഅൻ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഉന്മാദത്തോടെ. ബിമാ കുൻതും തഅ്മലൂൻ, അമില എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു. യഅ്മലു, തഅ്മലു എന്നൊക്കെ പറയുമ്പോൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും. അത് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ യഅ്മലൂൻ, തഅ്മലൂൻ. യഅ്മലൂൻ എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിക്കും, തഅ്മലൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിക്കും. ഇനി അതിൻ്റെ മുമ്പിൽ ഒരു കുൻതും എന്നുണ്ട്. കാന എന്നുള്ളതിൻ്റെ കൂടെ അൻതും എന്ന് ചേർന്നതാണ്. കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, അൻതും നിങ്ങൾ, കുൻതും നിങ്ങൾ ആയിരുന്നു. ഇനി അതിൻ്റെ മുമ്പിൽ ഒരു ബിമാ എന്നുണ്ട്. മാ എന്ന് പറഞ്ഞാൽ അത്, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്. അപ്പോൾ ബിമാ കുൻതും തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നത് കൊണ്ട്. അപ്പോൾ ബിമാ അതുകൊണ്ട്, കുൻതും നിങ്ങളായിരുന്നു, തഅ്മലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം കുലു വഷ്റബു ഹനീഅൻ ബിമാ കുൻതും തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുവീൻ. അടുത്ത ആയത്ത് മുത്തക്കിഈന അലാ സുറുരിൻ മസ്ഫൂഫ. മുത്തക്കിഈന, ഇത്തക്ക എന്ന് പറഞ്ഞാൽ ചാരിയിരുന്നു എന്നാണ്. മുത്തക്കി, ചാരിയിരിക്കുന്നവൻ. മുത്തക്കി ഊൻ അല്ലെങ്കിൽ മുത്തക്കി ഈ എന്നൊക്കെ പറയുമ്പോൾ ചാരിയിരിക്കുന്നവർ. ഇത് മുത്തഖീൻ എന്ന് പറഞ്ഞു പോകരുത്. മുത്തഖീൻ എന്ന് പറയുമ്പോൾ അത് സൂക്ഷ്മത പാലിക്കുന്നവർ എന്നായിട്ട് മാറും. ഇവിടെ മുത്തക്കി ഈന എന്നുള്ള രൂപത്തിലാണ് അത് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. അലാ സുറുരിൻ, സരീറുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുറുർ. സരീർ എന്ന് പറഞ്ഞാൽ കട്ടിൽ, സുറുർ കട്ടിലുകൾ. അലാ സുറുരിൻ, അലാ എന്ന് പറഞ്ഞാൽ മേൽ, അലാ സുറുരിൻ കട്ടിലുകളുടെ മേൽ അല്ലെങ്കിൽ കട്ടിലുകളിൽ. മസ്ഫൂഫത്തിൻ, സൊഫ എന്ന് പറഞ്ഞാൽ അണിയായി നിന്നു എന്നാണ്. മസ്ഫൂഫ, മസ്ഫൂഫത്ത് വരിവരിയായി വെക്കപ്പെട്ട, അണിയണിയായി വെക്കപ്പെട്ട. വ സവ്വജ്നാഹും, സവ്വജ എന്ന് പറഞ്ഞാൽ ഇണയാക്കി കൊടുത്തു. സവ്വജ് നാ, നാം ഇണയാക്കി കൊടുത്തു. ആ നാ എന്ന് പറഞ്ഞാൽ നാം, നാം ഇണയാക്കി കൊടുത്തു. അവസാനത്തിലൊരു ഹും എന്നുണ്ട്. ഹും അവർക്ക്. സവ്വജ്നാഹും നാം അവർക്ക് ഇണയാക്കി കൊടുത്തു. അതിൻ്റെ തുടക്കത്തിൽ ഒരു വാവുണ്ട്, അത്ഫിൻ്റെ വാവാണ്. വ സവ്വജ്നാഹും നാം അവർക്ക് ഇണയാക്കി കൊടുക്കുകയും ചെയ്തു. ബി ഹൂരിൻ, ഹൂർ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള, ഭംഗിയുള്ള. ബിഹൂരിൻ സൗന്ദര്യമുള്ളവരെ, ഭംഗിയുള്ളവരെ അല്ലെങ്കിൽ ആകർഷണീയമായവരെ. അഹ്വർ അല്ലെങ്കിൽ ഹൗറാ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഹൂർ. ശരിക്ക് വാക്കർത്ഥം വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം വെളുത്തത് എന്നോ അങ്ങേയറ്റം കറുത്തത് എന്നോ ഒക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ വളരെയധികം ആകർഷണീയമായത് എന്ന അർത്ഥമാണ് അവിടെ കൊടുക്കാൻ ഏറ്റവും നല്ലത്. അത് സ്ത്രീക്കും പുരുഷനും രണ്ടു പേർക്കും യോജിക്കുന്ന പദമാണ്. ഐൻ, ഐന എന്ന് പറഞ്ഞാൽ ആകർഷണീയമായ കണ്ണുള്ളവൻ അല്ലെങ്കിൽ ആകർഷണീയമായ കണ്ണുള്ളവൾ. അതിൻ്റെ ബഹുവചനമാണ് ഐൻ, ആകർഷണീയമായ കണ്ണുള്ളവർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ മുത്തക്കീന അലാ സുറുരിൻ മസ്ഫൂഫ, വരിവരിയായി വെക്കപ്പെട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിക്കൊണ്ട്. വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ, അവർക്ക് നാം ഏറ്റവും ആകർഷണീയമായ സൗന്ദര്യമുള്ളവരെ ഇണയാക്കി കൊടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വ നഈം എന്നാണ്. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്വർഗങ്ങളും സുഖാനുഗ്രഹവും ഉണ്ട് എന്നാണ്. ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഏതാനും ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് മുക്കദ്ദിബീൻ എന്ന ആ ഒരു വിഭാഗം ആളുകൾക്ക്, കളവാക്കുന്നവർക്ക്, തള്ളിക്കളയുന്നവർക്ക്, വ്യാജമാക്കുന്നവർക്ക് അല്ലെങ്കിൽ സത്യനിഷേധികൾക്ക് അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചായിരുന്നു. ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതിൻ്റെ നേർ വിപരീതം, അവർക്കങ്ങനെ ശിക്ഷ ലഭിക്കുമെങ്കിൽ അങ്ങനെ അല്ലാതെ ജീവിച്ച, സൂക്ഷ്മത പാലിച്ച് ജീവിച്ച ആളുകൾക്ക് എന്താണ് കിട്ടുക? അത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. എപ്പോഴും
നല്ല ആളുകൾക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ അതല്ലാത്ത ആളുകൾക്ക് കിട്ടുന്ന കാര്യവും പറയും. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ കാര്യം ഒതുങ്ങിയിരിക്കും. ഇപ്പോൾ സത്യനിഷേധികൾക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ, സത്യനിഷേധികൾക്ക് നരകമാണെങ്കിൽ സത്യവിശ്വാസികൾക്ക് സ്വർഗ്ഗമായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ മറ്റേ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അള്ളാഹു പറയുന്നത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് സ്വർഗങ്ങളും സുഖാനുഗ്രഹവും ഉണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ വിശ്വാസികൾക്ക് എന്നല്ല പറഞ്ഞത്, മുഅ്മിനീങ്ങൾക്ക് എന്നല്ല പറഞ്ഞത്. കാരണം വിശ്വസിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും വേണം. അതല്ലാതെ എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമാണ്, പരലോകത്തിൽ വിശ്വാസമാണ്, മുഹമ്മദ് നബി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ആ ഒരു വിശ്വാസിയായി മാത്രം ജീവിച്ചാൽ പോരാ. പരിശുദ്ധ ഖുർആനിൻ്റെ മറ്റ് ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ആമനു വഅമിലു സ്വാലിഹാത്തി എന്നുള്ള രൂപത്തിലാണ് പദപ്രയോഗം വരിക. വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ വിശ്വാസം മാത്രം പോരാ, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ആരാധനാകർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതല്ലാതെ വെറും ഒരു വിശ്വാസം കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നർത്ഥം. അപ്പോൾ ഇന്നൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ, ഫി ജന്നാത്തിൻ വ നഈം, അവർ സുഖാനുഗ്രഹത്തിലും അതുപോലെ തന്നെ സ്വർഗങ്ങളിലുമാണ്. ഇനി എന്താണ് ശരിക്കും ഈ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സൂക്ഷ്മത? സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, ആ പറയുന്ന അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യം അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ അല്ലേ എന്ന് ചിന്തിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ അല്ലേ എന്നുള്ളത് ചിന്തിക്കുക. എന്നിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഏത് കാര്യത്തിലും നമ്മളൊരു കാര്യം സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ അല്ലേ എന്ന് ചിന്തിക്കുക. ആണെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ അത് പറയാതിരിക്കുക. ഏതൊരു കാര്യത്തിലും, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏതൊരു കാര്യത്തിലും അള്ളാഹു പറഞ്ഞതാണോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ എങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യൂല എന്നുള്ളൊരു നിലപാടെടുക്കുക. അതാണ് സൂക്ഷ്മതാബോധം. അധിഷ്ഠിതമായ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതിലധിഷ്ഠിതമായ രൂപത്തിൽ ആരാധനാകർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള ഒരാളാണ് മുത്തഖി എന്നുള്ള രൂപത്തിൽ പെടുന്നത്. അപ്പോൾ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആളുകൾ, മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന അത്തരം ആളുകൾ, അവർക്കാണ് സ്വർഗവും സുഖാനുഗ്രഹവും കിട്ടുക. ഇനി അവർ ആ സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ചില സാമ്പിളുകൾ അള്ളാഹു പറയാണ്. ഫാക്കിഹീന ബിമാ ആതാഹും റബ്ബുഹും, അവർക്ക് അവരുടെ രക്ഷിതാവ് നൽകിയത് കൊണ്ട് അവർ വളരെയധികം സുഖം അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ സ്വർഗത്തിൽ എല്ലാ തരം സുഖങ്ങളും കിട്ടുന്ന സ്ഥലമാണ്. ഏതൊക്കെ എന്ന് നമുക്ക് എണ്ണി പറയാൻ പറ്റില്ല, അവിടെ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും കിട്ടുന്ന സ്ഥലമാണ് സ്വർഗം. അത് ആരാണ് നൽകുന്നത്? എടുത്തു പറഞ്ഞു അള്ളാഹു, റബ്ബുഹും, അവരുടെ രക്ഷിതാവ് നൽകിയതാണ്. അവരുടെ രക്ഷിതാവാണ് ആ സുഖങ്ങൾ നൽകുന്നത്. ആ ഒരു സ്വർഗത്തിൽ സുഖം അനുഭവിച്ചുകൊണ്ട് അവരങ്ങനെ കഴിയും. മാത്രമല്ല, എങ്ങനെയാണ് അവർക്ക് ആ സുഖം കിട്ടാനുള്ള കാരണമായത്? വഖാഹും റബ്ബുഹും അദാബൽ ജഹീം, ജ്വലിക്കുന്ന ആ ഒരു നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരുടെ റബ്ബ് അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ കാത്തുരക്ഷിച്ചത് കൊണ്ടാണ് അവർക്ക് ആ സ്വർഗം കിട്ടാൻ കാരണമായത്. എങ്ങനെയാണ് അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചത്? നരകത്തിലേക്ക് പോവാതിരിക്കാനുള്ള എല്ലാ വഴികളും പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ ഭൂലോകത്ത് ജീവിക്കുന്ന സമയത്ത് അവർ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ വഴി തിരഞ്ഞെടുത്തു. ആ വഴി തിരഞ്ഞെടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ആ സ്വർഗം കിട്ടി. അതാണ് അള്ളാഹു അവർക്ക് അതിനുള്ള മാർഗം കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും ആ തരത്തിൽ നമുക്കെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു രണ്ട് മാർഗങ്ങളും കൃത്യമായിട്ട് മനസ്സിലാകുന്ന മാർഗങ്ങളാണ്. അതിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു നമുക്ക് നൽകി, ഒരവസരം നൽകി. നിങ്ങൾക്ക് ഏതാ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. പക്ഷേ സ്വർഗത്തിലേക്കുള്ള പാത തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് കിട്ടും, നരകത്തിലേക്കുള്ള പാത തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതും കിട്ടും. അപ്പോൾ ഇവിടെ അള്ളാഹു അവർക്ക് നൽകിയത് കൊണ്ട് അവർ സുഖം അനുഭവിക്കുന്നവരാണ്. അവരെ ആ ഒരു നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിച്ചു. കുലു വഷ്റബു ഹനി അൻ ബിമാ കുന്തും തഅമലൂൻ, അവിടെ വെച്ച് അവരോട് പറയപ്പെടും, ആ സ്വർഗത്തിൽ വെച്ച് അവരോട് പറയപ്പെടും,
നിങ്ങൾ യഥേഷ്ടം സന്തോഷത്തോടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുവീൻ. അവിടെ പിന്നെ നമുക്കൊന്നിനും ഒരു പരിമിതികളൊന്നുമില്ല. അള്ളാഹു എല്ലാവിധ സുഖങ്ങളും നൽകുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാ സുഖങ്ങളും നൽകുന്നത്? ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നത് കൊണ്ട്. ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നത് കൊണ്ട്, അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ ബിമാ കുൻതും തഅമലൂൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നത് കൊണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതായത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നത് കൊണ്ട്, നല്ല നീയത്തോടു കൂടി, നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കണമെന്നുള്ള ഏക നീയത്തോടു കൂടി ഈ ഭൂലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നത് കൊണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ, വരിവരിയായി നിരത്തപ്പെട്ട അല്ലെങ്കിൽ അണിയണിയായി വെക്കപ്പെട്ട കട്ടിലുകളിൽ അല്ലെങ്കിൽ സോഫകളിൽ അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. ഇത് മുമ്പ് ചില ക്ലാസ്സുകളിൽ ഇത്തരം ആയത്തുകളുടെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ആ ഒരു സ്വർഗത്തിലെ ചില സാമ്പിളുകളാണ് പറയുന്നത്. അതല്ലാതെ ഇത് കേൾക്കുന്ന സമയത്ത് വെറും ഒരു കട്ടിലുകളിൽ ചാരിയിരിക്കലാണോ സ്വർഗം എന്ന രൂപത്തിൽ നമ്മളതിനെ താഴ്ത്തി കാണുകയല്ല വേണ്ടത്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്താണത് എന്നുള്ളത്. നമ്മുടെ ഒരു ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സാമ്പിളുകളാണ് അള്ളാഹു നൽകുന്നത്. പക്ഷേ മറ്റ് ഭാഗത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും, ഇന്നേ വരെ ഒരു കണ്ണും കാണാത്ത, ഇന്നേ വരെ ഒരാളും ചിന്തിക്കാത്ത കേൾക്കാത്ത ആ രൂപത്തിലുള്ള സുഖങ്ങളായിരിക്കും അവിടെ കിട്ടുക. അപ്പോൾ അവിടെ ലഭിക്കുന്നതൊന്നും ഒരിക്കലും നമുക്ക് ചിന്തിക്കാനേ പറ്റാത്ത രൂപത്തിലുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അതായത് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗമെന്നും അവിടെ ചാരിയിരിക്കാനുള്ള കട്ടിലുകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ അതല്ല സ്വർഗത്തിലുള്ളത്. സ്വർഗം എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഏതായാലും അങ്ങനെയുള്ള സുഖങ്ങളിൽ ആ സത്യവിശ്വാസികൾ സൂക്ഷ്മത പാലിച്ച് ജീവിച്ച ആളുകൾ ആ രൂപത്തിൽ അവിടെ സുഖിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നു, വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ, വളരെ ആകർഷണീയമായ കണ്ണുകളുള്ള, വിശാലമായ കണ്ണുകളുള്ള, സൗന്ദര്യമുള്ളവരെ അവർക്ക് നാം ഇണയാക്കി കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഈ ഹൂരിൻ ഐൻ എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേട്ടില്ലേ, ഹൂറുല്ലീങ്ങൾ എന്നൊക്കെ. അത് ഈ ഹൂറിൻ ഐൻ എന്നുള്ളതിനെ ചേർത്തിട്ടാണ് ഈ ഹൂറുല്ലീങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹൂറിൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് അത് വെറും സ്ത്രീകളെക്കുറിച്ച് മാത്രം പറയുന്ന പദമൊന്നുമല്ല. പലപ്പോഴും ഈ ഒരു ഭാഗത്തിന് അർത്ഥം പറയുമ്പോൾ ബി ഹൂരിൻ ഐൻ എന്ന് പറയുമ്പോൾ വളരെയധികം സൗന്ദര്യമുള്ള സ്ത്രീകളെ അവിടെ നൽകും എന്നുള്ള രൂപത്തിലൊക്കെ പറയും. പക്ഷേ അതിന് ഒരു സ്ത്രീകൾക്ക് മാത്രം പറയുന്ന പദങ്ങളല്ല ഹൂർ എന്നുള്ളത്. ശരിക്ക് ഔറാ അല്ലെങ്കിൽ അഹ്വർ എന്നുള്ളതിൻ്റെ ബഹുവചനമായിക്കൊണ്ടാണ് ഹൂർ എന്ന് വരുന്നത്. അങ്ങേയറ്റം വെളുത്തത് എന്നോ അങ്ങേയറ്റം കറുത്തത് എന്നോ ഒക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ വളരെയധികം ആകർഷണീയമായത് എന്ന അർത്ഥമാണ് അവിടെ കൊടുക്കാൻ ഏറ്റവും നല്ലത്. അത് സ്ത്രീക്കും പുരുഷനും രണ്ടു പേർക്കും യോജിക്കുന്ന പദമാണ്. അതേപോലെ തന്നെ ഐൻ, ആകർഷണീയമായ കണ്ണുകളുള്ള, അത് സ്ത്രീക്കും പുരുഷനുമാവാം. ഇനി ഈ പറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കൂ. ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വനഈം, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വർഗങ്ങളും സുഖാനുഗ്രഹവുമുണ്ട്. അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? അല്ലല്ലോ, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ കിട്ടൂലേ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഫാക്കിഹീന ബിമാ ആതാഹും റബ്ബുഹും വ വഖാഹും റബ്ബുഹും അദാബൽ ജഹീം, അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? അവരാ സ്വർഗത്തിൽ സുഖം അനുഭവിക്കുന്നവരായിരിക്കുമെന്നും അള്ളാഹു അവരെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നുള്ളത് പുരുഷന്മാരെ മാത്രമല്ലല്ലോ കാത്തുരക്ഷിക്കുക. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണ്. അതേപോലെ കുലു വഷ്റബു ഹനി അൻ ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ നല്ല രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നത് കൊണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളത് പുരുഷന്മാരോട് മാത്രം പറയുമോ? അല്ലല്ലോ, അത് എല്ലാവർക്കും ഉള്ളതാണ്. മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ, വരിവരിയായി വെക്കപ്പെട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും എന്നുള്ള പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? അല്ല. പിന്നെ ഈ ഒരു വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ എന്നുള്ള ഭാഗം മാത്രം അത് പുരുഷന്മാരോട് പറയുന്നതാവൂലല്ലോ, അത് രണ്ടു കൂട്ടരോടും പറയുന്നതായിരിക്കൂലേ. അപ്പോൾ അവിടെ നല്ല ഇണകളെ കിട്ടും. ഹൂർ എന്ന് പറഞ്ഞാൽ ആകർഷണീയമായ, ഏറ്റവും സൗന്ദര്യമുള്ള, ഐൻ നല്ല ആകർഷണീയമായ കണ്ണുകളുള്ള. അപ്പോൾ ഏറ്റവും നല്ല ഇണകളെ
അള്ളാഹു അവിടെ നമുക്ക് നൽകും. അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും നല്ല ഇണകളെ അവിടെ ലഭിക്കും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭൂലോകത്തുള്ള ഭാര്യയും ഭർത്താവും രണ്ടു പേരും നല്ല ആളുകളാണെങ്കിൽ അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഇണകൾ തന്നെ കിട്ടും. അങ്ങനെ ആ ഇണകളെ അവർക്ക് കിട്ടുമ്പോൾ ഈ ഭൂലോകത്തുള്ള ഒരുപാട് പരിമിതികളും പോരായ്മകളും ഒന്നും ഇല്ലാത്ത രൂപത്തിൽ ഏറ്റവും പരിശുദ്ധകളും ഏറ്റവും നല്ല രൂപത്തിൽ യാതൊരു തെറ്റും ചെയ്യാത്ത ഏറ്റവും നല്ല ആളുകളാക്കിയിട്ടാണ് അള്ളാഹു കൊടുക്കുക. അപ്പോൾ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നവരാണെങ്കിൽ പോലും സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അവരുടെ ആ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ അതെല്ലാം മാറ്റിയിട്ട് ഏറ്റവും നല്ല ആകർഷണീയമായ രൂപത്തിലും ഏറ്റവും നല്ല സ്വഭാവമുള്ള രൂപത്തിലുമാക്കിയിട്ടാണ് ഇണകളാക്കിയിട്ട് നൽകുക. ഇത്തരം ആയത്തുകളൊക്കെ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ ഖുർആനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സൂറത്തു നബയിൽ, അതായത് അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്തിലെ 33-ാമത്തെ ആയത്തിൽ വ കവാഇബ അത്രാബ എന്നുണ്ട്. ശരിക്കും അവിടെ വ കവാഇബ അത്രാബ എന്നുള്ളത് വെറും സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ കവാഇബ എന്ന് പറയുമ്പോൾ ഉയർന്നു നിൽക്കുന്ന എന്നാണ് അതിൻ്റെ അർത്ഥം. കഅബാലയം, കഅബ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ഉന്നതമായ സ്ഥാനമുള്ള മഹത്വമേറിയ ഉയർന്ന സ്ഥാനമുള്ള എന്നാണല്ലോ അതിൻ്റെ അർത്ഥം കൊടുക്കുന്നത്. അതേപോലെ വ കവാഇബ, അത് രണ്ടും ഒരേ വാക്ക് തന്നെയാണല്ലോ. വ കവാഇബ എന്ന് പറയുമ്പോൾ ഉയർന്ന എന്ന് പറയുമ്പോൾ മഹത്വമേറിയ, മഹത്വം ഉയർന്ന, അന്തസ്സ് ഉയർന്ന, കുലീനതയുള്ള എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അത്രാബ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരായ. അപ്പോൾ വ കവാഇബ അത്രാബ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരായ ഏറ്റവും നല്ല ഉയർന്ന സ്വഭാവമുള്ള, ഏറ്റവും നല്ല സ്വഭാവമുള്ള, അന്തസ്സുള്ള അങ്ങനെയുള്ള ആളുകളെയാണ് പരസ്പരം ഇണകളാക്കി കിട്ടുക. അതല്ലാതെ ഈ ഉയർന്ന എന്ന് പറയുമ്പോൾ അവിടെ മാർവിടം ഉയർന്ന എന്നുള്ള രൂപത്തിൽ മാത്രമല്ല അതിനർത്ഥം. ഇനി അങ്ങനെ അർത്ഥം കൊടുത്താൽ തന്നെയും പുരുഷന്മാർക്കും അത് യോജിക്കൂലേ? കാരണം നമ്മൾ തന്നെ പറയാറില്ലേ, ഒരു പുരുഷത്വമൊക്കെ പറയാൻ വേണ്ടിയിട്ട് നല്ല നെഞ്ച് വിരിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ നല്ല നെഞ്ചുറപ്പുള്ള, നെഞ്ച് ഉയർന്നു നിൽക്കുന്ന, നെഞ്ച് വിരിഞ്ഞ എന്നുള്ള രൂപത്തിലൊക്കെ പുരുഷന്മാരെ പറ്റി പറയുമല്ലോ. അപ്പോൾ ആ രൂപത്തിലാണെങ്കിൽ പോലും അത് രണ്ട് കൂട്ടർക്കും യോജിക്കുന്നതാണ്. ഏതായാലും പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും സ്വർഗത്തിൽ ആളുകളെ അള്ളാഹു പ്രവേശിപ്പിച്ചതിന് ശേഷം പറയുന്ന ഭാഗങ്ങളിൽ അവരോട് ഒരല്പം പോലും അനീതി അള്ളാഹു കാണിക്കൂല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് കിട്ടുന്ന അനുഗ്രഹം മറ്റൊരു കൂട്ടർക്ക് കിട്ടൂല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹു രണ്ട് കൂട്ടരോടും ഒരിക്കലും ഒരു കൂട്ടരോടും അനീതി കാണിക്കൂല. അവിടെ അസുവാജുൻ മുത്തഹറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ മുത്തഹറത്ത് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അതൊരു സ്ത്രീലിംഗമായിട്ട് മാത്രം വിചാരിക്കുകയാണ്. അവിടെ ആ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ബഖറയിൽ അസുവാജുൻ മുത്തഹറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അസുവാജുൻ എന്ന് പറഞ്ഞാൽ ഇണകൾ എന്നാണ്, സ്ത്രീയും പുരുഷനും ആവാ. ആ പദത്തോടു കൂടി മുത്തഹറത്തുൻ എന്ന് ചേർന്നതുകൊണ്ട് അത് മൊത്തം സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും പല പദങ്ങളും സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കും, പല പദങ്ങളും പുല്ലിംഗമായിട്ട് ഉപയോഗിക്കും. ആ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്ന പല പദങ്ങളിലും രണ്ടു കൂട്ടരും ഉൾപ്പെടുന്നതാണ്. പല പുല്ലിംഗമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളിലും രണ്ടു കൂട്ടരും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ മറ്റ് ആയത്തുകൾ വെച്ചുകൂടി ആണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്കും ഒരു അനീതിയും ലഭിക്കില്ല. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ യാതൊരു അനീതിയുമില്ലാതെ എല്ലാവർക്കും നൽകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ അള്ളാഹു ഹൂറുൻ ഐൻ എന്നുള്ള രൂപത്തിൽ നല്ല വിശാലമായ കണ്ണുകളുള്ള, അല്ലെങ്കിൽ ആകർഷണീയമായ കണ്ണുകളുള്ള ഇണകളെ നൽകും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സൗന്ദര്യമുള്ള നല്ല ആകർഷണീയമായ ആളുകളെ ഇണയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും കിട്ടും. അതല്ലാതെ പുരുഷന്മാർക്ക് മാത്രം കിട്ടും എന്നുള്ള രൂപത്തിലല്ല. ഇനി ചില ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ഇതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അത് സ്ത്രീകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കാരണം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വളരെ കൂടുതലായിട്ടും സ്ത്രീകളുടെ വിഷയത്തിൽ അവർക്ക് തെറ്റ് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മനഃശാസ്ത്രപരമായിട്ട് പിടിച്ചു നിർത്തുകയാണ്. നിങ്ങൾ അത്തരം തെറ്റുകളിലേക്ക് പോവണ്ട, നിങ്ങൾക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും ആകർഷണീയമായ രൂപത്തിലുള്ള സ്ത്രീകളെ ലഭിക്കും എന്ന് മനഃശാസ്ത്രപരമായിട്ട് അവർ തെറ്റുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അവരോട് ആ തരത്തിൽ പറയുകയാണ് എന്ന് ചില പണ്ഡിതന്മാർ അതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാരാണ് അത്തരം കാര്യങ്ങളിൽ ഒരു കണ്ണുകൊണ്ടുള്ള പരീക്ഷണം ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കാണല്ലോ. അതുകൊണ്ട് കാഴ്ചയിലൂടെ തന്നെ മറ്റുള്ള സ്ത്രീകളെയൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെയുള്ള തെറ്റുകളിലേക്കും മറ്റുമൊക്കെ പോകാനുള്ള കൂടുതൽ സാധ്യതയുള്ളത് പുരുഷന്മാർക്കായതുകൊണ്ട് അവരോട്
അവരെ സ്വയം നിയന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ള രൂപത്തിലും അഭിപ്രായമുണ്ട്. കൂടുതലായിട്ട് എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലായത് ആദ്യം പറഞ്ഞ അഭിപ്രായമാണ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടു കൂട്ടർക്കും ഒരുപോലെ യോജിക്കുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഇന്നൽ മുത്തഖീന, ഇന്ന നൂൻ്റെ ശബ്ദ് മണിക്കണം. ഫി ജന്നാത്തിൻ, അവിടെ നൂൻ്റെ ശബ്ദ് മണിക്കുക. ജന്നാത്ത്, ജന്നാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ജന്നാത്തിൻ വ, ജന്നാത്തിൻ വ. നഈമിൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിത്. അടുത്ത ആയത്ത് ഫാക്കിഹീന ബിമാ ആത്താഹും. ബിമാ എന്നുള്ള അവിടെ മീമിന് നീട്ടലുണ്ട്, ശേഷം ഹംസയാണ്. ആത്താഹും എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. മദ്ദും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ് അടുത്തടുത്ത് വന്നത്. അങ്ങനെയാകുമ്പോൾ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം. ബിമാ ആത്താഹും റബ്ബുഹും വ വഖാഹും റബ്ബുഹും അസാബൽ ജഹീം. അവസാനത്തെ മീമിന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിത്. കുലു വഷ്റബു ഹനീ അൻ. അവിടെ ഹനീ എന്നുള്ള ആ ഒരു നീട്ടലിന് ശേഷം അൻ, അവിടെ ഹംസ വന്നു. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, ഒറ്റ പദത്തിൻ്റെ ഉള്ളിലാണ്. ഹനീ എന്നുള്ളത് ഒറ്റപ്പദമാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നത്. അങ്ങനെയാകുമ്പോൾ നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അതിനെ മദ് മുത്തസിൽ എന്നാണ് പറയുക. അപ്പോൾ ഹനീ അൻ, ഹനീ അൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം ബിമാ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബാ. അപ്പോൾ തൻവീനിന് ശേഷം ബാ വന്നു. അത്തരം സന്ദർഭങ്ങളിൽ ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. അതിന് ഇഖ്ലാബ് എന്നാണ് ആ നിയമത്തിന് പറയാം. അപ്പോൾ ഹനീ അൻ എന്നല്ല പറയാം, ഹനീ അം, മീമിലേക്കാണ് കൊണ്ടുപോവുക. അതിനെ സൂചിപ്പിക്കാൻ അവിടെ ഒരു ചെറിയ മീമ് കൊടുത്തിട്ടും ഉണ്ടാവും. അപ്പോൾ ഹനീ അം ബിമ, അവിടെ മണിക്കുകയും വേണം. ഹനീ അം ബിമ. കുന്തും, താൻ്റെ മുമ്പ് സുക്കൂണ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ കുന്തും. താലമൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള ആ നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലായിട്ട് മാറും. അടുത്ത ആയത്തിൽ മുത്തക്കിഈന അല സുറുരിൻ. സുറുരിൻ എന്നുള്ളിടത്ത് റാഇന് കസ്ർ തൻവീൻ ആയതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക, സുറുരിൻ. പിന്നെ അവിടെ തൻവീന് വന്നു, അതിനുശേഷം മീമാണ്. സുറുരിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, മസ്ഫൂഫത്തിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ മീമ്. അപ്പോൾ തൻവീനിന് ശേഷം മീമ് വന്നു കഴിഞ്ഞാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. സുറുരിം മസ്ഫൂഫ, സുറുരിം മസ്ഫൂഫ. മസ്ഫൂഫത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു സിലി കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ മസ്ഫൂഫ എന്നുള്ള അവസാനത്തെ ആ താഇന് ഹാത്ത ഉണ്ടല്ലോ, അതിന് ഹാഇന് സുക്കൂന് കൊടുക്കുന്ന ഉച്ചാരണമാണ് കൊടുക്കേണ്ടത്. അതായത് അത് സുക്കൂനുള്ള ഹാ എങ്ങനെയാണോ നമ്മൾ പറയുക, ആ രൂപത്തിൽ മസ്ഫൂഫ, ഒരു ചെറിയ ഹ് എന്നുള്ള ശബ്ദമാണ് അവിടെ കേൾക്കേണ്ടത്, അതല്ലാതെ മസ്ഫൂഫത്ത് എന്നുള്ള രൂപത്തിലല്ല. ഇനി അവിടെ ചേർത്തി ഓതുകയാണെങ്കിൽ മസ്ഫൂഫത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം വ സവ്വജ്നാഹും എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ വാവാണ്. അപ്പോൾ തൻവീനിന് ശേഷം വാവ് വന്നു. അവിടെ ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മസ്ഫൂഫത്തിയും വ, മസ്ഫൂഫത്തിയും വ സവ്വജ്നാഹും. സവ്വജ് എന്ന് പറയുമ്പോൾ അവിടെ ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. വ സവ്വജ്നാഹും ബിഹൂരിൻ. അവിടെ റാഇന് കസ്ർ, ഇരി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അവിടെ ബിഹൂരിൻ എന്ന് പറയുമ്പോൾ കസ്ർ തൻവീനാണ് വന്നത്, ശേഷം ഐനാണ്. ഐനിൻ്റെ മുമ്പ് തൻവീൻ വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. അപ്പോൾ ബിഹൂരിൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ബിഹൂരിൻ ഐൻ. അവസാനത്തെ നൂന് സുക്കൂനിട്ടിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിത്. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം ഫാക്കിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അസാബൽ ജഹീം കുലൂ വഷ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫത്തിൻ വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇന്നൽ മുത്തഖീന, സാധാരണഗതിയിൽ ഇന്ന അന്ന പോലെയുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ അതിന് ശേഷം ആ ഇന്ന അല്ലെങ്കിൽ അന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെയാണ് ഇന്നയുടെ അല്ലെങ്കിൽ അന്നയുടെ ഇസ്മ എന്ന് പറയാം. ഇവിടെ ഇന്നയുടെ ഇസ്മായിട്ട് വന്നിട്ടുള്ളത് മുത്തഖീൻ എന്നുള്ള ആ ഒരു ഇസ്മാണ്. ഈ ഇന്നയുടെ ഇസ്മ എപ്പോഴും നെസ്ബ് കിട്ടിയ രൂപത്തിലാണ് ഉണ്ടാവുക.
അപ്പോൾ മുത്തഖി എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, മുത്തഖൂൻ എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബഹുവചനം. പക്ഷേ അത് റഫ് കിട്ടിയ രൂപത്തിലാണ് മുത്തഖൂൻ എന്ന് പറയുമ്പോൾ. ഇന്നക്ക് ശേഷം നെസ്ബുള്ള രൂപത്തിലാണ് എഴുതേണ്ടത്. അവസാനത്തിൽ വാവും നൂനും അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള ഇസ്മുകൾക്ക് ജംഅ് മുദക്കർ സാലിം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ മുത്തഖൂൻ എന്ന് പറയുമ്പോൾ അത് ജംഅ് മുദക്കർ സാലിമാണ്. അത്തരം ഇസ്മുകൾ ഇന്നക്ക് ശേഷമൊക്കെ വന്നാൽ, ഇന്ന അന്ന പോലെയുള്ള പദങ്ങൾക്ക് ശേഷം വന്നാൽ അതിന് നെസ്ബ് കൊടുക്കാൻ ആ മുത്തഖൂൻ എന്നുള്ളതിൻ്റെ അവസാന ഭാഗത്ത് ആ വാവിനെ മാറ്റി യാ ആക്കും, മുത്തഖീൻ എന്നാക്കും. മുസ്ലിമൂൻ എന്നുള്ളത് മുസ്ലിമീൻ എന്നാക്കും. അങ്ങനെയാണ് നെസ്ബ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇന്നൽ മുത്തഖീന എന്ന് എഴുതാൻ കാരണം ഇന്നക്ക് ശേഷം ആ ഇസ്മിന് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മുത്തഖൂൻ എന്ന് എഴുതാൻ പറ്റില്ല, അത് റഫ് കിട്ടിയ രൂപമാണ്. അതുകൊണ്ട് മുത്തഖീൻ എന്നെഴുതി. ഫീ ജന്നാത്തിൻ, ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. സാധാരണ ജറ് എന്ന് പറഞ്ഞാൽ കസർ കൊണ്ടോ കസർ തൻവീൻ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനി അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന നാമങ്ങൾക്ക് അതിന് ജറ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും കസർ കൊണ്ടോ കസർ തൻവീൻ കൊണ്ടോ ആണ് അതിനെ സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ വെറുതെ ജന്നാത്തിൻ എന്ന് പറഞ്ഞാൽ അത് അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള ഒരു സ്ത്രീലിംഗ നാമമാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തുള്ള ആ ഒരു കസർ അല്ലെങ്കിൽ കസർ തൻവീൻ കണ്ടതുകൊണ്ട് അത് ജറ് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഫീ വന്നതുകൊണ്ട് നമുക്ക് പറയാം ആ ഫീ വന്നതുകൊണ്ട് എന്തായാലും ഫീക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് അവസാനത്തെ ആ ഒരു കസർ തൻവീൻ ജറിനെ സൂചിപ്പിക്കുന്നു. നെസ്ബിനെ സൂചിപ്പിക്കുന്ന സന്ദർഭം വന്നാലും ജന്നാത്തിൻ എന്ന് തന്നെയാണ് എഴുതുക. അപ്പോൾ നമ്മൾ പറയും ആ കസർ തൻവീന് നെസ്ബിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും ജറ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും കസർ കൊണ്ടോ കസർ തൻവീൻ കൊണ്ടോ ആണ് ഇത്തരം ഇസ്മുകളെ, അതായത് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയുന്ന അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന രൂപങ്ങൾക്ക് അങ്ങനെയാണ് നെസ്ബും ജറും കൊടുക്കുക. ഇനി വ നഈം എന്ന് പറയുമ്പോൾ ആ ജന്നാത്ത് എന്നുള്ളതിലേക്ക് ചേർക്കപ്പെട്ടതാണ് നഈം എന്നുള്ളത്. സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർ സ്വർഗ്ഗങ്ങളിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം വ നഈമിൻ എന്ന് പറയുമ്പോൾ അവർ സുഖാനുഗ്രഹത്തിലുമാണ്. അപ്പോൾ സ്വർഗ്ഗങ്ങളിൽ എന്നുള്ളതിലേക്ക് ചേർത്തിട്ടാണ് നഈമിനെ പറഞ്ഞത്. അതുകൊണ്ട് അതിനെ മഅ്തൂഫ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ആ ഫീ ജന്നാത്തിൻ എന്നുള്ള ആ സ്വർഗ്ഗങ്ങളിൽ എന്ന് പറഞ്ഞത് എങ്ങനെയാണോ ഉള്ളത്, അതിൻ്റെ രൂപം എന്താണോ അതേ ഇഅ്റാബ് ഇതിനും കിട്ടും. അതുകൊണ്ട് ഫീ ജന്നാത്തിൻ ഫീ നഈമിൻ എന്ന് രണ്ടും ഒരേ രൂപത്തിലാണ് വരിക. ആ ഫീ അവിടെ എഴുതാതെ വ നഈമിൻ എന്ന് എഴുതിയെന്ന് മാത്രം. അപ്പോൾ നമ്മൾ അർത്ഥം പറയുമ്പോൾ സുഖാനുഗ്രഹത്തിലും എന്ന രൂപത്തിലാണ് അർത്ഥം കൊടുക്കേണ്ടത്. അവിടെ ഒരു ഫീ ഉണ്ട് നമ്മൾ വിചാരിക്കുക. അടുത്ത ആയത്തിൽ ഫാക്കിഹീന, ഫാക്കിഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഫാക്കിഹൂൻ, ഫാക്കിഹീനൊക്കെ. ഈ ഫാക്കിഹൂൻ എന്ന് പറയുമ്പോൾ വാവ് നൂന് അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന പുല്ലിംഗ രൂപത്തിലുള്ള ബഹുവചന നാമങ്ങളാണ്. അതിനെയാണ് ജംഅ് മുദക്കർ സാലിം എന്ന് പറഞ്ഞത്. അത്തരം പദങ്ങൾക്ക് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും ജറ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും അവസാനത്തെ ആ വാവിനെ മാറ്റി യാ ആക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫാക്കിഹൂൻ എന്നുള്ളതിന് പകരം ഫാക്കിഹീൻ എന്നെഴുതി. അത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദം, ഹാലിൻ്റെ പദമാണ്. അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദത്തിന് എപ്പോഴും നെസ്ബായിരിക്കും വരിക. അതുകൊണ്ട് ഫാക്കിഹൂൻ എന്ന് പറയില്ല, ഫാക്കിഹീൻ എന്ന് പറഞ്ഞു. ആ അവസ്ഥയിൽ നിന്നാണ് അപ്പോൾ അർത്ഥം കിട്ടുക. ഫാക്കിഹീൻ അവർ സുഖം അനുഭവിക്കുന്ന അവസ്ഥയിൽ, അത് അല്ലെങ്കിൽ സുഖം അനുഭവിക്കുന്നവരായിക്കൊണ്ട്. ബിമാ ആത്താഹും അവർക്ക് നൽകിയത് കൊണ്ട്. ആര്? റബ്ബുഹും. അപ്പോൾ റബ്ബു എന്നുള്ളത് അവിടെ ഫായിലാണ്, കർത്താവാണ്, സബ്ജക്റ്റാണ്. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് റബ്ബു എന്ന് ലമ്മിട്ട് എഴുതിയത്. ഇനി വ വഖാഹും റബ്ബുഹും അവരുടെ റബ്ബ് അവർക്ക് കാത്തു കൊടുക്കുകയും ചെയ്തു. എന്തിനെ? അദാബ, ശിക്ഷയെ. അപ്പോൾ അദാബ് എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. മഫ്ഊൽ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് അദാബ എന്നെഴുതിയത്. ഇനി ആ അദാബ് എന്നുള്ള പദം ജഹീം എന്നുള്ള പദത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അപ്പോൾ അദാബൽ ജഹീമി, അങ്ങനെ ആ ഒരു മുലാഫിൻ ഇലൈഹി ആയിട്ട് വരുന്ന പദങ്ങൾക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് ജഹീമി എന്നെഴുതിയത്, അദാബൽ ജഹീമി. അപ്പോൾ അർത്ഥം പറയുമ്പോൾ ജഹീമിൻ്റെ അദാബ്, അതായത് നരകത്തിൻ്റെ ശിക്ഷ, അങ്ങനെയാണ് വരിക. വീടിൻ്റെ വാതിൽ, കുട്ടിയുടെ പേന, ആ രൂപത്തിൽ പറയുമ്പോഴാണ് മുലാഫിൻ ഇലൈഹി ആവുക. അപ്പോൾ ഇവിടെ അദാബൽ ജഹീമി, നരകത്തിൻ്റെ ശിക്ഷ എന്നാണ് അപ്പോൾ അർത്ഥം കിട്ടുക. അടുത്തായത് മുത്തക്കീന എന്നുള്ളത് ഹാലിൻ്റെ പദമാണ്. ആ അവസ്ഥയിൽ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ അവിടെ കിട്ടുക. അതായത് മുത്തക്കീന എന്ന് പറയുമ്പോൾ ചാരിയിരിക്കുന്നവരായിക്കൊണ്ട്, ചാരിയിരിക്കുന്ന അവസ്ഥയിൽ. മുത്തക്കി ഊന എന്നാണെങ്കിൽ അത് റഫിൻ്റെ രൂപമാണ്. മുത്തക്കി ഈന എന്നുള്ളത് നെസ്ബിൻ്റെയും ജറിൻ്റെയും രൂപമാണ്. ഇവിടെ നെസ്ബിൻ്റെ രൂപത്തിലാണ് എഴുതിയത്, കാരണം ഹാലായതുകൊണ്ട് നെസ്ബിൻ്റെ രൂപത്തിലാണ് എഴുതാൻ പറ്റുള്ളൂ. അലാ സുറുരിൻ, അല എന്നുള്ളത് ഹർഫ് ജറാണ്. അലക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. അതുകൊണ്ടാണ് സുറുരിൻ അവസാനത്തിൽ കസ്ര തൻവീൻ ഇട്ടത്. ആ സുറുർ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് മസ്ഫൂഫ. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക.
ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സുറുരിൻ അവസാനത്തിൽ കസ്ർ തൻവീൻ അല്ലെങ്കിൽ അത് ജെറ് കിട്ടിയ അവസ്ഥയാണ്. മസ്ഫൂഫത്തിൻ അതിനും അവസാനത്തിൽ കസ്ർ തൻവീന് അത് ജെറ് കിട്ടിയ അവസ്ഥയിലാണ്. ഇനി സുറുരിൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ അലിഫ്ലാമില്ല, മസ്ഫൂഫത്തിൻ എന്നുള്ളതിൻ്റെ മുമ്പിലും അലിഫ്ലാമില്ല. ഇനി സുറുരിൻ എന്നുള്ളത് സ്ത്രീലിംഗാണ്. കാരണം ബുദ്ധിയില്ലാത്ത സാധനങ്ങളുടെ ബഹുവചന രൂപങ്ങൾ പറയുമ്പോൾ അധികവും അത് സ്ത്രീലിംഗായിരിക്കും. അപ്പോൾ ഇവിടെ കട്ടിലുകൾ എന്ന് പറയുമ്പോൾ അത് ബുദ്ധിയില്ലാത്ത സാധനങ്ങളുടെ ബഹുവചന രൂപമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സ്ത്രീലിംഗ രൂപമാണ്. അതുകൊണ്ട് തന്നെ അതിനെ വിശേഷിപ്പിക്കുന്ന പദവും സ്ത്രീലിംഗ രൂപത്തിൽ എഴുതണം. അതുകൊണ്ടാണ് മസ്ഫൂഫത്തിൻ എന്ന് എഴുതിയത്. ഇനി വസവ്വജ്നാഹും, സവ്വജ എന്നുള്ളതാണ് അവിടെ ഫേല്, ഇണയാക്കി കൊടുക്കും. നാം അത് ഫായിലാണ്, കർത്താവാണ്. ഹും അവർക്ക് അത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർമ്മമാണ്. ഈ ഫായിലുകൾക്ക് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും, മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും. പക്ഷേ ഇവിടെ എന്നുള്ള ഫായിൽ മബിനി എന്നാണ് പറയാം. മബിനി ആയൊരു പദത്തിന് അതിൻ്റെ ഇറാബ് മാറ്റാനൊന്നും കഴിയില്ല, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും ആ എന്നുള്ളത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയും. ഹും എന്നുള്ളത് അതേപോലെയാണ്, മഫ്ഊലുൻ ബിഹി, അതിന് നെസ്ബ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയും. വസവ്വജ്നാഹും ബിഹൂരിൻ, ബി എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. അതുകൊണ്ടാണ് ഹൂരിൻ അവസാനത്തിൽ കസ്ർ തൻവീനിട്ടത്, ആ ബി വന്നതുകൊണ്ടാണ്. ഇനി ഐൻ എന്നെടുക്കുകയാണെങ്കിൽ ആ ഹൂരിൻ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഐൻ എന്നുള്ളത്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹൂരിൻ, ഐനിൻ രണ്ടിനും ഒരേ രൂപം കിട്ടിയിട്ടുണ്ട്. രണ്ടിൻ്റെയും തുടക്കത്തിൽ അലിഫ്ലാമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.